പൗലോസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിൽ ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടറിൽ ദൈവത്തെ അറിയുവാനായിട്ടിടയായിരുന്നു. അതിനു മുൻപ് പൗലോസ് എന്ന് പറയുന്ന ശൗൽ, ആ ശൗൽ തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവൻ എരിവുള്ളവനായിരുന്നു. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ തൻ്റെ എരിവിനെ കുറിച്ച്, താൻ വിശ്വാസത്തിൽ കടന്നു വരുന്നതിന് മുൻപ്, ആമേൻ, താൻ ഈ ദൈവത്തെ, സത്യദൈവത്തെ, യേശു ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ് താനൊരു എരിവുള്ള മനുഷ്യനായിരുന്നെന്ന് നമുക്ക് കാണുവാനായിട്ട്, ഒരു തീഷ്ണതയുള്ള, ഒരു തീവ്രതയുള്ള, തന്നിൽ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിന് വേണ്ടി തീവ്രതയുള്ള ഒരു മനുഷ്യനായിരുന്നു പൗലോസ് അല്ലെങ്കിൽ ശൗൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ. താൻ യേശു ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ്, ആ അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ ഒരു എൻകൗണ്ടർ നടക്കുന്നതിന് മുൻപ് ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ, ശൗൽ, ഒരു തീഷ്ണതയുള്ളവനായിരുന്നു, ഒരു എരിവുള്ളവനായിരുന്നു. തന്നിൽ പരമേൽപ്പിക്കപ്പെട്ട വിഷയത്തിൻ്റെ മേൽ പൗലോസ് ഒരു തീഷ്ണതയുള്ളവനായിരുന്നു, എരിവുള്ളവനായിരുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. 5-ാം വാക്യത്തിൽ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്നും ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ശുഷ്കാന്തി, അടുത്തൊരു വാക്യം നമുക്കവിടെ കിട്ടുന്നുണ്ട്. അടുത്തൊരു വാക്ക്, എരിവ് എന്നുള്ള വാക്കിനെ ശുഷ്കാന്തി, തമിഴ് ബൈബിളിൽ എരിവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എരിവ്. ഞാൻ എബ്രായൻ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ശുഷ്കാന്തി, എരിവ് എന്നുള്ള വാക്കിനെ തീഷ്ണത, തീവ്രത, ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ശുഷ്കാന്തി എന്ന് പറഞ്ഞാൽ ദൈവസഭയെ ഉപദ്രവിക്കുന്ന വിഷയത്തിൽ ദൈവസഭയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു ശൗൽ. ദൈവസഭയിലെ ജനങ്ങളെയും ദൈവദാസന്മാരെയും അശേഷം നശിപ്പിച്ച് കളയണമെന്നും ദൈവസഭയെ മുടിപ്പിച്ച് കളയണമെന്നും തീരുമാനമെടുത്ത് പ്രതിഷ്ഠയെടുത്ത് അത് ശുഷ്കാന്തിയുള്ളവനായി തീർന്ന ഒരു പൗലോസ്. ഹല്ലേലൂയ. നിങ്ങൾ ആ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും അപ്പോസ്തലനായ പൗലോസിന് എത്രത്തോളം ശുഷ്കാന്തി ഉണ്ടായിരുന്നു എന്ന്. ദൈവസഭയെ മുടിക്കുവാൻ, ദൈവസഭയെ ഉപദ്രവിക്കുവാൻ അവനുണ്ടായിരുന്ന ശുഷ്കാന്തി എത്രത്തോളം ഉണ്ട് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവഭാഗത്തേക്ക് വരുന്നതിന് മുൻപ് ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ വിഷയത്തിൻ്റെ മേൽ ശുഷ്കാന്തിയുള്ളവനായിരുന്നു, എരിവുള്ളവനായിരുന്നു, തീഷ്ണതയുള്ളവനായിരുന്നു, ഒരു തീവ്രവാദിയായിരുന്നു. അങ്ങനെ കൂടെ വേണം പറയാം. തീവ്രവാദിയായിരുന്നു. തൻ്റെ മതത്തിന് വേണ്ടി, ദൈവസഭയെ മുടിക്കുവാൻ വേണ്ടി ശുഷ്കാന്തിയുള്ളവനായിരുന്നു, എരിവുള്ളവനായിരുന്നു. പക്ഷേ ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ പദ്ധതി അവൻ്റെ മേൽ ഉള്ളതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ ദൈവവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ പൗലോസ് അല്ലെങ്കിൽ ശൗൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ തന്നെ അമ്പാട് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവനിപ്പോൾ പറയുന്ന ഒരു വാക്കാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ വായിച്ച്, ഞാൻ ദൈവത്തിൻ്റെ എരിവോടെ നിങ്ങൾക്ക് വേണ്ടി എരിയുന്നു. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ സഭയെ പീഡിപ്പിക്കുവാനും സഭയെ ഉപദ്രവിക്കുവാനും വേണ്ടി ഞാൻ ശുഷ്കാന്തിയോടെ, തീഷ്ണതയോടെ, എരിവോടെ നിന്നപ്പോൾ
സർവശക്തനായ സത്യദൈവം എന്നെ തൊട്ടു, ഞാൻ ആ ദൈവത്തിൻ്റെ ദാസനായി തീർന്നു, അപ്പോസ്തലനായി തീർന്നു. ഇപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഇപ്പോൾ എനിക്കുള്ളിൽ കാണുന്ന ആ തീഷ്ണത, ശുഷ്കാന്തി, എരിവ്, അത് അന്നുണ്ടായിരുന്നല്ല, ഇന്ന് ദൈവത്തിൻ്റെ എരിവാണ് എന്നിലുള്ളത്. സ്തോത്രം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് അന്ന് നിങ്ങൾക്കുണ്ടായിരുന്ന ആ വിശ്വാസത്തിൽ നിങ്ങൾ എത്ര തീക്ഷ്ണതയുള്ളവരായിരുന്നു, എരിവുള്ളവരായിരുന്നു? ഹല്ലേലൂയ. രാവിലെ അതിരാവിലെ പള്ളിയിൽ പോകുവാനും മണിക്കൂറോളം മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ എത്രയോ പണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ആ കാലഘട്ടത്തിൽ, അറിയായ്മയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരുന്നു. പക്ഷേ ഇവ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ശുഷ്കാന്തി എവിടെ പോയി? നിങ്ങളുടെ എരിവ് എവിടെ പോയി? നിങ്ങളുടെ തീഷ്ണത എവിടെ പോയി? നിങ്ങളുടെ തീവ്രത എവിടെ പോയി എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, 2025 6-ാം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. കഴിഞ്ഞ 5 മാസത്തിൽ നമ്മുടെ തീഷ്ണത എത്രത്തോളം ഉണ്ടായിരുന്നു? ദൈവത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ആത്മീക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ തീഷ്ണത, നമ്മുടെ എരിവ്, നമ്മുടെ ശുഷ്കാന്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നാം നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ തീവ്രതയുണ്ടായിരുന്നു, നമ്മുടെ ആരാധനയിൽ തീഷ്ണതയുണ്ടായിരുന്നു, നമ്മുടെ ആത്മീക കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരായിരുന്നു, ദൈവിക വിഷയങ്ങളിൽ നമുക്ക് എരിവുണ്ടായിരുന്നു. ഞാൻ ആരെയും വിധിക്കുവാൻ ആളല്ല, പക്ഷേ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, കഴിഞ്ഞ നാളുകളിൽ ഈ തീഷ്ണത, ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്ന പൗലോസ്, ഈ തീഷ്ണത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആരാധനയിൽ ആ തീഷ്ണത ഉണ്ടായിരുന്നു, പ്രാർത്ഥനയിൽ ആ തീഷ്ണത ഉണ്ടായിരുന്നു, തീവ്രത ഉണ്ടായിരുന്നു? ഇല്ല. അത് നമ്മളെ വിട്ട് അകന്നുപോയ ഒരു സന്ദർഭത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന നഷ്ടപ്പെട്ടു, ആരാധന നഷ്ടപ്പെട്ടു, തീവ്രതയില്ല. ഇപ്പോൾ എന്തിനോ വേണ്ടി വന്ന് ആരാധിക്കുന്നത് പോലെ, ആർക്കോ വേണ്ടി ആരാധിക്കുന്നത് പോലെ, ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, ആർക്കോ വേണ്ടി ജീവിക്കുന്നത് പോലെയായി മാറി. രക്ഷിക്കപ്പെട്ട നാളിൽ, സ്നാനപ്പെട്ട നാളിൽ നമ്മുടെ തീഷ്ണത എത്രത്തോളം ഉണ്ടായിരുന്നു? നമ്മുടെ എരിവ് എത്രത്തോളം ഉണ്ടായിരുന്നു? നമ്മുടെ തീവ്രത, ശുഷ്കാന്തി എത്രത്തോളം ഉണ്ടായിരുന്നു? അന്നുണ്ടായിരുന്ന ശുഷ്കാന്തി ഇന്ന് നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ അതിലേക്ക് മടങ്ങി വരണം. എന്താണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടത്? അത് നാം തിരിച്ചു പിടിക്കുവാൻ തയ്യാറുള്ളവരായി മാറണം. പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ എരിവോടെ ഞാൻ എരിയുന്നു. പൗലോസിന്റെ ജീവിതം നമ്മൾ ശ്രദ്ധിച്ച്, ദൈവത്തിൻ്റെ എരിവ്, ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആ ആഴത്തെ പോലെ തന്നെയാണ് പൗലോസ് പറയുന്നത്. ദൈവം എങ്ങനെ എരിയുന്നുവോ അതുപോലെ തന്നെയാണ് എൻ്റെ ഹൃദയത്തിലെ എരിവ് ദൈവസഭയെക്കുറിച്ച്. ഇന്ന് ഞാൻ ആലോചന നിങ്ങളോട് പറയാം. ദൈവസഭയെക്കുറിച്ചുള്ള എരിവ്, ദൈവത്തെക്കുറിച്ചുള്ള എരിവ് ഈ ദിവസങ്ങളിൽ അധികമായി നമ്മളിൽ കാണപ്പെടണം. കാരണം നമ്മുടെ തലമുറകളെല്ലാം ദൈവത്തെ വിട്ട് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, സഭയെ വിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എൻ്റെ ചെറുപ്രായത്തിലെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു കാലത്തിൽ ചെറുപ്രായത്തിൽ ഈ സഭയിൽ തന്നെയായിരുന്നു മിക്കപ്പോഴും പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും. പല വിഷയങ്ങൾക്ക് വേണ്ടി ഒത്തുകൂടുകയും പ്രാർത്ഥിക്കുകയും എത്രയോ വിഷയങ്ങൾക്ക് വേണ്ടി അന്ന് ദൈവം വിടുതൽ കൊടുത്തു. ചെറുപ്പക്കാരായിരിക്കുന്നവർ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു തീഷ്ണതയേറിയ അനുഭവം, സഹോദരിമാർ ഒത്തൊരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തീഷ്ണതയേറിയ അനുഭവം, ദേവദാസന്മാർ ഒത്തൊരുമിച്ച് കൂടി വന്ന് തീവ്രതയോടെ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ചെറുപ്രായത്തിൽ കാണുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. ഞാനും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ
ഓരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നാം തീവ്രതയിൽ കുറഞ്ഞു വരികയാണ്. തീവ്രവാദികളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരെ അങ്ങനെ വിളിക്കുവാൻ കാരണം എന്താ? അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയത്തിൽ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാതെ വണ്ണം അതിൽ അവർ തീവ്രമായി നിൽക്കുന്നത് കൊണ്ടാണ് അവരെ തീവ്രവാദികളെന്ന് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു ദൈവപാദപീഠത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി എരിയുവാൻ, ആ ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുവാൻ പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ എരിവോടെ ഞാൻ എരിയുന്നു. ഈ സഭയ്ക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു രക്തം കൊടുത്ത് എൻ്റെ രക്തത്തിനാൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ദൈവസഭ, ഈ സഭയെ സ്ഥാപിക്കുവാൻ, ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു കൊടുത്ത വില നമുക്കറിയാം. തൻ്റെ രക്തം, തൻ്റെ ജീവൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് പറയുന്നത്, കർത്താവ് എരിഞ്ഞതുപോലെ എങ്ങനെ എരിവുള്ളവനായി തീർന്നുവോ അതേ എരിവോടെ തന്നെയാണ് ഞാനും ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. ഞാൻ എത്ര പ്രാവശ്യം അടി കൊണ്ടു, എത്ര പ്രാവശ്യം ഉപദ്രവം കൊണ്ടു, എത്ര പ്രാവശ്യം പലവിധമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു. ഇതെല്ലാം സഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്ന ഒരു പൗലോസ്. ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നാം ഒരു നാം സഭയിലായിരിക്കുന്നു, സഭയിൽ ദൈവത്തെ ആരാധിക്കുന്നു. നമുക്ക് എത്രത്തോളം എരിവ്, തീഷ്ണത, തീവ്രത, ശുഷ്കാന്തി ഉണ്ട് എന്ന് നാം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 6-ാം മാസത്തിൻ്റെ 1-ാമത്തെ ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവഭക്തങ്ങളെ തീഷ്ണതയോടെ, എരിവോടെ, അതിന് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. വരും ദിവസങ്ങൾ നമുക്കതിനെ ചിന്തിക്കാം. ദൈവത്തിൻ്റെ എരിവ്, ആ ദൈവത്തിൻ്റെ എരിവോട് തന്നെയാണ് ദൈവസഭയ്ക്ക് വേണ്ടി ഞാനും എരിയുന്നത്. ആ ഒരു തീഷ്ണതയേറിയ മനോഭാവം, ശുഷ്കാന്തി, തീവ്രത, ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവസഭയ്ക്ക് വേണ്ടി തീവ്രതയോടെ നിൽക്കണം. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ദൈവഭക്തിക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആത്മീക വിഷയങ്ങൾക്ക് വേണ്ടി തീവ്രതയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്നുള്ള ഒരു തീരുമാനം. നമ്മളെ വിട്ട് നമ്മുടെ ആത്മീക ജീവിതം നഷ്ടപ്പെട്ടു പോയ ആ തീവ്രത, ആ തീഷ്ണത, ആ ശുഷ്കാന്തി തിരിച്ചു പിടിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പൗലോസ് പറയുന്നു, അന്ന് മാത്രമല്ല, എൻ്റെ പഴയ ജീവിതത്തിൽ അറിയായ്മയുടെ കാലത്തിൽ മാത്രമല്ല ഞാൻ തീഷ്ണതയോടെ ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ക്രിസ്തുവിൻ്റെ ഭടനാണ്, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ്. ആ പദവിയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എരിവോടെ, ദൈവത്തിൻ്റെ എരിവോടെ ഞാനും എരിയുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് ദൈവസഭയെ ദൈവം കണ്ടത്, അതുപോലെ തന്നെയാണ് ഞാൻ കാണുന്നത്, ഞാൻ എരിയുന്നത്, ഞാൻ തീഷ്ണതയുള്ളവനായിരിക്കുന്നതെന്ന് പൗലോസ് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്നു, നമ്മുടെ എരിവ് എവിടെ? നമ്മുടെ തീഷ്ണത എവിടെ? നമ്മുടെ ശുഷ്കാന്തി എവിടെ? നമ്മുടെ തീവ്രത എവിടെ? ഒരു കാലത്തിൽ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരുന്ന നാം, ആരാധനയിൽ തീവ്രമായി നിന്ന നാം, ശുഷ്കാന്തിയോടെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിന്ന നാം, ഓരോ ദിവസം കഴിയുന്തോറും അതിൽ നിന്നും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം നാം ദൈവസന്നിധി വിട്ട് അകന്നു പോയില്ലേ? തിരിച്ചു വരാം. ഈ ശുഷ്കാന്തിയോടെ, ഈ തീവ്രതയോടെ, ഈ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക്